നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ് ബേസ് ഇംബാലൻസിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം പി എച്ച് എന്താണെന്ന്. പി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പി എച്ച് നമ്മൾ എപ്പോഴും ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും. പി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. സോ നമ്മുടെ ബോഡിയിലെ പി എച്ച് മെയിൻറ്റെയിൻ, നമ്മുടെ ബോഡിയിൽ പലതരം ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ അതിനൊക്കെ ബ്ലഡ് ആയിക്കോട്ടെ, യൂറിൻ ആയിക്കോട്ടെ, സലൈവ ആയിക്കോട്ടെ, പ്ലാസ്മ ആയിക്കോട്ടെ, പലതരം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. വീനസ് ബ്ലഡ് ആയിക്കോട്ടെ, ആർട്ടീരിയൽ ബ്ലഡ് ആയിക്കോട്ടെ, പലതരം ഫ്ലൂയിഡ്സ് ഉണ്ട്. സോ ആ ഫ്ലൂയിഡ്സിലൊക്കെ ഹൈഡ്രജൻ കണ്ടന്റ് ഉണ്ട്. ആ ഹൈഡ്രജൻ കണ്ടന്റിനൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു ചാർജ് ഉണ്ട്. സോ അത് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു സ്കെയിലാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. പി എച്ച് സ്കെയിൽ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് പി എച്ച് എന്താണെന്ന് അറിയണം, പി എച്ച് സ്കെയിൽ എന്താണെന്ന് അറിയണം. പി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. സോ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണ് പി എച്ച് സ്കെയിൽ. പി എച്ച് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് 7 ആണ്. ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് 7 ആണ്. 7 എന്ന് പറയുന്നത് ഒരു സ്കെയിൽ എന്ന് പറയുന്നത്, പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14, 0 മുതൽ 14 വരെയുള്ള ഒരു സ്കെയിലാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ മിഡ് വാല്യൂ ആണ് 7. സോ ന്യൂട്രൽ വാല്യൂ ആണ് 7. 7ന്റെ താഴേക്ക് വരുന്ന വാല്യൂ, അതായത് 0 to 7 അല്ലെങ്കിൽ 7 നിന്നും 0 വരെയുള്ള വാല്യൂ ആണ് അസിഡിക് എന്ന് പറയും. 7 നിന്ന് താഴോട്ട് 0 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് അസിഡിക് ആണ്. 7 തൊട്ട് 14 വരെയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. 7 എന്ന് പറയുമ്പോൾ എപ്പോഴും ന്യൂട്രൽ ആണ്. സോ ഇത്രയാണ് പി എച്ച് സ്കെയിലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7 നിന്ന് താഴേക്ക് വരുന്ന വാല്യൂ 0, 1, 2, 3, 4, 5, 6 എന്ന് പറയുന്നത് അസിഡിക് ആണ്. 8, 9, 10, 11, 12, 13, 14 എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. സോ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യമാണ്. ഇനി ആസിഡ്, ഈ പി എച്ച് സ്കെയിൽ ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. പി എച്ച് സ്കെയിൽ കൊണ്ടുവന്നത് സൊറൻസൺ. സൊറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പി എച്ച് സ്കെയിൽ കൊണ്ടുവന്നത്. പി എച്ച് സ്കെയിൽ എന്തിനാണെന്ന് വെച്ചാൽ പി എച്ച്, അതായത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 to 14 ആണ് പി എച്ച് സ്കെയിലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ വാല്യൂ, മിഡ് വാല്യൂ ആയിട്ടുള്ള 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7ൽ താഴേക്ക് വരുമ്പോൾ അത് അസിഡിക് ആയിരിക്കും. ആ ഫ്ലൂയിഡ് 7ൽ മുകളിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, ആൽക്കലൈൻ ആയിരിക്കും. സോ ഇത്രയാണ് പി എച്ച് സ്കെയിലിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് CRE എക്സാമിനൊക്കെ ചിലപ്പോൾ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഈ മെഷീൻ ആണ് ABG അനലൈസർ മെഷീൻ. ABG എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും എന്ന് പറഞ്ഞേ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. സോ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ABG അനലൈസർ മെഷീൻ. സോ നമ്മൾ ഇന്ന് പഠിക്കുന്ന ആസിഡ് ബേസ് ബാലൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പലതരം ഫ്ലൂയിഡ് നമ്മളെ ബോഡിയിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ആർട്ടീരിയൽ ബ്ലഡിനെയാണ്. സോ ആർട്ടീരിയൽ ബ്ലഡിലെ ആസിഡ് കണ്ടൻസിന്റെ, അതിലെ ബേസിസിറ്റി അല്ലെങ്കിൽ ആസിഡിസിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ നാച്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് ABG അനലൈസർ മെഷീൻ. ജസ്റ്റ് ആ ഇമേജ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇത് എന്ത് മെഷീൻ ആണെന്ന് ചോദിക്കും. ABG അനലൈസർ മെഷീൻ. ഈ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജ് ഏത് ടെസ്റ്റ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞേ? എങ്ങനെ, ക്ലിയർ ആയില്ല? അലൻസ് ടെസ്റ്റ്. നമ്മുടെ ഹാൻഡിലേക്കുള്ള, അതായത് കൈയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് അലൻസ് ടെസ്റ്റ്. സോ മെയിൻലി നമ്മുടെ കൈയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്, ബ്രേക്കിയൽ ആർട്ടറി വഴി വരുന്നു, അത് സ്പ്ലിറ്റ് ആയിട്ട് റേഡിയൽ ആർട്ടറി, അൾണർ ആർട്ടറി, ആ രീതിയിലാണ് ബ്ലഡ് സപ്ലൈ പോകുന്നത്. സോ നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് അത് റേഡിയൽ ആർട്ടറിയിൽ നിന്ന് എടുക്കാം, അൾണർ ആർട്ടറിയിൽ നിന്ന് എടുക്കാം. ഇനി അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിയൽ പ്ലക്സസിൽ നിന്ന് എടുക്കാം. മെയിൻലി നമ്മൾ കോമൺ ആയിട്ട് ABG എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ആർട്ടറിയാണ് റേഡിയൽ ആർട്ടറി. നമ്മൾ പൾസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആർട്ടറി അതാണ് റേഡിയൽ ആർട്ടറി. നമുക്കറിയാം നമ്മുടെ തമ്പിന്റെ നേരെ താഴേക്ക് ആ റീജിയനിൽ കൂടെ പാസ് ചെയ്യുന്ന ആർട്ടറിയാണ് ഇത് റേഡിയൽ ആർട്ടറി. താഴെ കൂടെ പോകുന്ന ആർട്ടറിയാണ് അൾണർ ആർട്ടറി. ഈ റേഡിയൽ ആർട്ടറിയും അൾണർ ആർട്ടറിയും ജസ്റ്റ് കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് പൾമണറി സർക്കുലേഷൻ പോവുക.
ഓരോ ഇവിടുന്ന് സ്പ്ലിറ്റ് ആയി ഓരോ ഫിംഗേഴ്സിലേക്കും നമ്മുടെ പാമ്പിന്റെ വേരിയസ് ആസ്പെക്റ്റിലേക്കും ബ്ലഡ് സപ്ലൈ പോവുകയാണ് ചെയ്യുക. ആർട്ടീരിയൽ ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരിക. സോ നമ്മള് റേഡിയൽ ആർട്ടറി വഴി ABG സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഈ ഒരു റീജിയനിലാണ് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുക, റേഡിയൽ ആർട്ടറി ചൂസ് ചെയ്യുന്ന സമയത്ത്. സോ അലൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് റേഡിയൽ ആർട്ടറി ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അൾനാർ ആർട്ടറിയുടെ പാറ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് അലൻസ് ടെസ്റ്റ്. റേഡിയൽ ആർട്ടറി വഴി നമ്മൾ ABG ബ്ലഡ് സാമ്പിൾ, ആർട്ടീരിയൽ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി അൾനാർ ആർട്ടറിയുടെ പാറ്റൻസി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അൾനാർ ആർട്ടറിയുടെ പാറ്റൻസി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് വരാം. അടുത്തത് ജസ്റ്റ് ഈ ഇമേജ് നോക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഹെപ്പാനൈസ്ഡ് സിറിഞ്ച് ആണ്. ഹെപ്പാനൈസ്ഡ് സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് കളക്ട് ചെയ്യുക. ഹെപ്പാനൈസ്ഡ് ബ്ലഡ് സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് കളക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഹെപ്പാരി എന്ന് പറയുന്നത് ആന്റി കോയാഗുലന്റ് ആണ്. ആർട്ടീരിയൽ ബ്ലഡ് നമുക്കറിയാം വെളിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താവും, കോയാഗുലേറ്റ് ക്ലോട്ട് ആയി പോകും. സോ നമ്മൾ ഈ ബ്ലഡ് സാമ്പിൾ, ആർട്ടീരിയൽ ബ്ലഡ് സാമ്പിൾ വെച്ചിട്ട് വേണം നമുക്ക് ബ്ലഡിൽ എത്രത്തോളം pH എന്താണ്, ബ്ലഡിന്റെ pH എന്താണ്, PaO2 എത്രയാണ്, PaCO2 എത്രയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോട്ട് ആവാതെ നല്ല രീതിയിൽ സാമ്പിൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെപ്പാരിനൈസ്ഡ് സിറിഞ്ച് യൂസ് ചെയ്യുന്നത്. ഹെപ്പാരിനൈസ്ഡ് സിറിഞ്ച് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ABG സാമ്പിൾ കളക്ട് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും. പിന്നെ നമ്മൾ അലൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ABG സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവോയ്ഡ് സക്ഷനിങ് ക്ലയന്റ് ബിഫോർ ഡ്രോയിങ് ABG സാമ്പിൾ. നമ്മൾ ഒരു പേഷ്യന്റെ ABG സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ ഒക്കെ ആയിട്ട് സക്ഷൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് ഒക്കെ സക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, മാക്സിമം ഓക്സിജൻ അതുവഴി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഓക്സിജൻ കണ്ടന്റിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, സക്ഷനിങ് അവോയ്ഡ് ചെയ്യുക. ABG സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ ആയിട്ടുള്ള സക്ഷനിങ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ABG ആർ മെഷർ ഡിറ്റർമൈൻ ഓക്സിനേഷൻ സ്റ്റാറ്റസ് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ്. അതാണ് അലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സെലക്ട് സൈറ്റ്, റേഡിയൽ ആർട്ടറി നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റ് ആണ്. അൾനാർ ആർട്ടറി നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്, ഫെമറൽ ആർട്ടറി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബ്രേക്കിയൽ. സോ എപ്പോഴും മോസ്റ്റ് കോമൺ സൈറ്റ് ഏതാണെന്നുള്ള ചോദ്യം വരും. റേഡിയൽ ആർട്ടറി ആണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ ABG സാമ്പിൾ എന്ന് പറയുന്നത്. റേഡിയൽ ആർട്ടറി ഈസിലി ആക്സസിബിൾ ആണ്. ഇനി അൾനാർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യന്റിനെ ABG സാമ്പിൾ എടുക്കാൻ വേണ്ടി നമുക്ക് ഫിസിഷ്യൻ ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഫിസിഷ്യൻ ആണ് ചെയ്യുന്നത്. ഇപ്പോ മെയിൻലി ഹൗസ് സർജൻസ് അവർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നഴ്സിംഗ് ഓഫീസേഴ്സ് തന്നെ ആയിരിക്കും എപ്പോഴും ABG സാമ്പിൾ എടുക്കുക. സോ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ റേഡിയൽ ആർട്ടറി ആണ് നമ്മൾ സൈറ്റ് ആയിട്ട് ചൂസ് ചെയ്തത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പേഷ്യന്റിനോട് എന്ത് പറയാ, അവരുടെ മുഷ്ടി ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിക്കാൻ വേണ്ടി പറയാം. അവരുടെ കൈയിന്റെ മുഷ്ടി ജസ്റ്റ് ചുരുട്ടി പിടിക്കുക, ഈ ഒരു ഏരിയ ജസ്റ്റ് ചുരുട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് പറയാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റേഡിയൽ ഏരിയയിലും ഈ അൾനാർ ഏരിയയിലും നമ്മൾ 3 ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. നല്ല രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. ഈ 2 ഏരിയയിലും പ്രഷർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് പേഷ്യനോട് എന്ത് പറയാ, മുഷ്ടി ചുരുട്ടി വെക്കാൻ പറയാ. നമ്മൾ ഈ റേഡിയൽ ആർട്ടറിന്റെ മുകളിൽ റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, അൾനാർ ആർട്ടറി പാൽപേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 2 ആർട്ടറിന്റെ മുകളിലും നമ്മൾ 2 കൈ വെച്ചിട്ട് 3 ഫിംഗേഴ്സ് വെച്ചിട്ട് എന്താണ് പ്രഷർ, നല്ല രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സ് 30 സെക്കൻഡ് പേഷ്യന്റിനോട് വെയിറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം പേഷ്യന്റിനോട് ഈ കൈ നമ്മൾ ചുരുട്ടി പിടിക്കാൻ പറഞ്ഞില്ലേ, ആ കൈ പഴയ പോലെ നിവർത്തി വെക്കാൻ വേണ്ടി പറയാം. നോർമലി നമ്മൾ വെക്കുന്ന പോലെ നിവർത്തി തന്നെ പിടിക്കാൻ പറയാം. അങ്ങനെ നിവർത്തി പിടിക്കുന്ന സമയത്ത് ഈ കൈ വിളറി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്ലാൻസി എന്ന് പറയും. സോ ആ ഒരു രീതിയിൽ വിളറി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തത് അഡിക്വേറ്റ് ആണ്. നമ്മൾ ഈ 2 ആർട്ടറിയിലും പ്രഷർ അപ്ലൈ ചെയ്തത് അഡിക്വേറ്റ് ആണ്. ഈ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുന്നില്ല. നമ്മൾ പറഞ്ഞു ഈ റേഡിയൽ ആർട്ടറിയും അൾനാർ ആർട്ടറിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആർച്ചാണ് ഈ പോകുന്നത്. സോ നമ്മൾ ഇത് 2 പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടേക്ക് ബ്ലഡ് സപ്ലൈ ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഒരു വിളറി വൈറ്റിഷ് ആയി നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ അടുത്തത് അലൻ ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് റേഡിയൽ ആർട്ടറിയിലാണ് നമ്മൾ എന്താണ് ബ്ലഡ് സാമ്പിൾ എടുക്കാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നീഡിൽ വെച്ച് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആർട്ടറിയിൽ ചെറിയൊരു പഞ്ചറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ ഈ ഒരു ഏരിയ ഒബ്സ്ട്രക്ട് ആയി കഴിഞ്ഞാലും, നമ്മൾ ABG സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഒബ്സ്ട്രക്ട് ആയി കഴിഞ്ഞാലും ഈ അൾനാർ ആർട്ടറി പോയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഹാൻഡിനെ സപ്പോർട്ട് ചെയ്യണം.
ബ്ലഡ് സർക്കുലേഷൻ സപ്പോർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ആർട്ടറിയും കംപ്രസ് ചെയ്തിട്ട് ഈ പ്രഷർ ഈ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനോട് മുഷ്ടി ചുരുട്ടി വെച്ചത് നിവർത്താൻ പറയും. അപ്പോൾ നിവർത്തുന്ന സമയത്ത് പേഷ്യന്റ് എന്താണ്, ഇവിടെ വൈറ്റിഷ് കളർ വന്നു. അതിന്റെ അർത്ഥം എന്താണ്, രണ്ട് ആർട്ടറി നമ്മളിപ്പോൾ ഒബ്സ്ട്രക്ട് ആയി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ അൾനാർ ആർട്ടറിയുടെ പ്രഷർ നമ്മൾ അങ്ങ് റിലീസ് ചെയ്യും. റേഡിയൽ ആർട്ടറിന്റെ പ്രഷർ അതേപോലെ തന്നെ കീപ്പ് ചെയ്യും. നമ്മൾ അങ്ങനെ റിലീസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഈ ആർട്ടറി കൂടെ ഉള്ള ബ്ലഡ് സപ്ലൈ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിത്തിൻ 3 സെക്കൻഡ്സിലാണ് അഡൽട്ടിൽ പറയാം, വിത്തിൻ 3 സെക്കൻഡ്സിൽ ഈ ഒരു ഏരിയ പഴയ പോലെ റെഡിഷ് കളറിലേക്ക് തിരിച്ചു വരും. സോ സംഭവം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പേഷ്യന്റിനോട് മുഷ്ടി ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിക്കാൻ പറയാ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റേഡിയൽ ആർട്ടറിയിലും അൾനാർ ആർട്ടറിയിലും ജെന്റിലായിട്ട് ത്രീ ഫിംഗേഴ്സ് വെച്ചിട്ട് ജെന്റിലായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ അൾനാർ ആർട്ടറി റിലീസ് ചെയ്യുക. അൾനാർ ആർട്ടറി റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പഴയ പോലെ കളർ മീൻസ് ആ റെഡിഷ് അല്ലെങ്കിൽ ആ പിങ്കിഷ് കളർ റീഅപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആർട്ടറി പാറ്റന്റ് ആണ്, അൾനാർ ആർട്ടറി പാറ്റന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്താക്കാം, ഈ റേഡിയൽ ആർട്ടറി നമുക്ക് പഞ്ചർ ചെയ്യാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ റേഡിയൽ ആർട്ടറിയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കയ്യിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനേ ഇല്ലാതാവും. കാര്യം നമ്മൾ റേഡിയൽ ആർട്ടറി പോയി പഞ്ചർ ചെയ്യാൻ പോവാണ്. ഇവിടെ എന്തായാലും പഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശേഷം ഒരു ബ്ലഡ് ക്ലോട്ട് വരും. സോ ഈ ഒരു കയ്യെ അഡ്വേഴ്സ് ആയിട്ട് നെക്രോസിസ് പോലുള്ള അഡ്വേഴ്സ് എഫക്റ്റിൽ നിന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കയ്യിൽ നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന സമയത്ത് റേഡിയൽ ആർട്ടറി നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് അൾനാർ ആർട്ടറി പാറ്റന്റ് ആണോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ റേഡിയൽ ആർട്ടറിയിൽ ABG സാമ്പിൾ എടുക്കാൻ പാടുള്ളൂ. സോ ക്വസ്റ്റ്യൻ വരും, നമ്മൾ റേഡിയൽ ആർട്ടറിയിലല്ലേ നമ്മൾ ABG സാമ്പിൾ എടുക്കുന്നത്, അപ്പോ റേഡിയൽ ആർട്ടറിയുടെ പാറ്റൻസി ആയിരിക്കും നോക്കേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ മൈൻഡ് പോവുക. പക്ഷെ ഒരിക്കലല്ല, അൾനാർ ആർട്ടറിയുടെ പാറ്റൻസി ആണ് നോക്കുന്നത്. കാരണം റേഡിയൽ ആർട്ടറി ഒബ്സ്ട്രക്ട് ആയി കഴിഞ്ഞാലും അൾനാർ ആർട്ടറി വന്നിട്ട് എന്താക്കണം, നമ്മുടെ കൈക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ കൊടുക്കണം. മാറിപ്പോരുതേ. അലൻസ് ടെസ്റ്റിൽ നമ്മൾ റേഡിയൽ ആർട്ടറി ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക അൾനാർ ആർട്ടറിയുടെ പാറ്റൻസി ആണ്. നമ്മൾ പറഞ്ഞു സാമ്പിൾ സൈറ്റ് മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് റേഡിയൽ ആർട്ടറി ആണ്. പിന്നെ അൾനാർ ആർട്ടറി നമുക്ക് ചൂസ് ചെയ്യാം, പക്ഷേ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റേഡിയൽ ആർട്ടറി ആണ്. അൾനാർ ആർട്ടറി നമുക്ക് വാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഫെമറൽ ആർട്ടറി, ബ്രേക്കിയൽ ആർട്ടറി ഇതൊക്കെയാണ് മറ്റ് നമ്മൾ ABG സാമ്പിൾസിനായിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റ്, കോമൺ സൈറ്റ്സ്. അലൻ ടെസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇമേജ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. അലൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്, പാറ്റൻസി ഓഫ് ആർട്ടറി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ആ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് പറഞ്ഞു, പ്രഷർ റിലീസ് ചെയ്യുന്നത് പറഞ്ഞു. 3 to 6 സെക്കൻഡ്സിൽ അഡൽട്ടിലാണെന്നുണ്ടെങ്കിൽ 3 to 6 സെക്കൻഡ്സിൽ ആ ഒരു പിങ്കിഷ് കളർ അല്ലെ റെഡിഷ് കളർ റീഅപ്പിയർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പിങ്കിഷ് കളർ 3 to 6 സെക്കൻഡ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു, എന്നിട്ടും എന്താണ്, ആ കളർ വന്നില്ല. പേഷ്യന്റെ കൈ ഇപ്പോഴും വിളറിയ പോലെ തന്നെയാണ്, അല്ലെ വൈറ്റിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, അൾനാർ ആർട്ടറിയിൽ എന്തോ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കയ്യിലേക്കുള്ള ബ്ലഡ് സപ്ലൈ എത്തില്ല. സോ നമ്മൾ റേഡിയൽ ആർട്ടറി ചൂസ് ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് വിഡ്രോ ബ്ലഡ് ഫ്രം ദിസ് സൈറ്റ്. ആ കളർ പിങ്കിഷ് കളർ 3 to 6 സെക്കൻഡിന് ശേഷം നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം കളർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു സൈറ്റ് ചൂസ് ചെയ്യാൻ പാടില്ല. വേറെ സൈറ്റിലേക്ക് ഫെമറൽ സൈസോ അല്ലെങ്കിൽ ബ്രേക്കൽ സൈറ്റിലേക്കോ പോവുക. നമ്മളൊരു ABG അല്ലെങ്കിൽ ആർട്ടിയിൽ ബ്ലഡ് ഗ്യാസ് എടുക്കുന്ന സമയത്ത് ആ ABG റിസൾട്ടിനകത്ത് നമ്മൾ എന്തൊക്കെയാ ചെക്ക് ചെയ്യുക, PH നമ്മൾ നോക്കും, PaO2 നോക്കും, PaCO2 നോക്കും. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, അതായത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അത്തരം കാര്യങ്ങൾ. അതേപോലെ തന്നെ ബൈകാർബണേറ്റ് HCO3 മൈനസ് ആണ് ബൈകാർബണേറ്റ്. സോ PH ഒരു ABG വാല്യൂല് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അഥവാ PH, PaO2, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ ആർട്ടീരിയൽ ബ്ലഡിലുള്ള ബൈകാർബണേറ്റിന്റെ അളവ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ്പോർട്ട് സാമ്പിൾ ഇൻ ടു ലബോറട്ടറി ആഫ്റ്റർ കളക്ഷൻ, അതായത് നമ്മൾ ABG സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, വിത്തിൻ 15 മിനിറ്റ്സിൽ നമ്മൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം. റിസൾട്ട് ആർ യൂഷ്വലി അവൈലബിൾ ഫോർ ഇന്റർപ്രിട്ടേഷൻ വിത്തിൻ 5 മിനിറ്റ്. നമ്മൾ കേഷ്വാലിറ്റിയിലൊക്കെ നമുക്ക് അറിയാം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താണ്, വിത്തിൻ 5 മിനിറ്റിലൊക്കെ നമുക്ക് അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ABGനെ കുറിച്ചുള്ള കാര്യം. ആസിഡ് ബേസ് ഇംബാലൻസ് ചൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് PH സ്കെയിലാണ്. PH സ്കെയിൽ എന്ന് പറയുന്നത് സൊറൻസൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 0 to 14, 0 മുതൽ 14 വരെയാണ് വാല്യൂ. 7 ആണ് ന്യൂട്രൽ. 7 താഴേക്ക് വന്നാൽ അസിഡിക് ആയി, 7 മുകളിലേക്ക് പോയാൽ ആൽക്കലൈൻ ആയി.
ABG അനലൈസർ ഇമേജ്, ആ ഒരു അനലൈസർ മെഷീൻ ആണ് CRE എക്സാംസിനൊക്കെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ABG സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണ്, അലൻസ് ടെസ്റ്റ് എങ്ങനെയാണ്, ഹെപ്പാരിനൈസ് സിറിഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സക്ഷനിങ് എന്തിനാണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഏതൊക്കെ ആർട്ടറീസ് ആണ് ചൂസ് ചെയ്യുക. അലൻസ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരു PH ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ PH, PaO2, PaCO2, ബൈകാർബണേറ്റ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതാക്കുക, എന്താണ് ചെക്ക് ചെയ്യുക. പിന്നെ 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. റിസൾട്ട് നമുക്കൊരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ റിസൾട്ടും കിട്ടും. ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആസിഡ് ബേസ് ഇംബാലൻസ്. ആസിഡ് ബേസ് ഇംബാലൻസ് എന്താണെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്താക്കണം, ഈ ഒരു വാല്യൂസ് തറോ ആയിട്ട് പഠിക്കണം.